ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ രാമായണ തത്വം ആരണ്യകാന്ഡം. പൂജ, ജപ, സ്വാധ്യായാദി ബാഹ്യാനുഷ്ഠാനങ്ങളൊക്കെ കഴിഞ്ഞ് ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയാണ് മാരീച തപസ്വി. അപ്പോഴാണ് രാവണൻ്റെ വരവ്. സമാധിയിൽ ആണ് എന്നറിഞ്ഞപ്പോൾ ഉണർത്തുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി പുറത്ത് കാത്തുനിന്നു. കുറേ കഴിഞ്ഞ് സമാധിയിൽ നിന്നുണർന്ന് പുറത്തേക്ക് നോക്കിയപ്പോഴാണ് മാരീചൻ രാവണനെ കണ്ടത്. ഭയഭക്തി ബഹുമാനാദരങ്ങളോടെ വേഗത്തിൽ എഴുന്നേറ്റ് രാവണനെ ഉപചരിച്ചിരുത്തി കുശല പ്രശ്നം ചെയ്തു. അനന്തരം വന്ന കാര്യമെന്ത് എന്ന് അന്വേഷിച്ചു. രാവണൻ ശൂർപ്പണഖയിൽ നിന്ന് ഗ്രഹിച്ചിടത്തോളം വർത്തമാനങ്ങളെ മുഴുവൻ തൻ്റെ അഭിപ്രായങ്ങളിൽ കൂട്ടിക്കുഴച്ചുകൊണ്ട് മാരീചനോട് പറഞ്ഞു. അനന്തരം തൻ്റെ ഉദ്ദേശത്തെയും പറഞ്ഞു. നിസ്സാരനായ രാമൻ എന്ന ഒരു മനുഷ്യൻ മഹാശക്തയായ തൻ്റെ സഹോദരിയെ വിരൂപിണിയാക്കി അവമാനിച്ചയച്ചതിനെ കണ്ട് പുറത്ത് അടങ്ങിയിരിക്കാൻ വയ്യ. അതിനാൽ പ്രതികാരം ചെയ്യുക തന്നെ വേണം. രാമപത്നിയായ സീതയെ അപഹരിച്ചു കൊണ്ടുപോന്ന് തൻ്റെ പത്നിയാക്കി വെക്കണം. അതുതന്നെ പ്രതികാരം. അതിന് മാരീചൻ സഹായിക്കണം. ഇതാണ് രാവണൻ്റെ ആവശ്യം. രാവണ ചക്രവർത്തിയുടെ ആവശ്യം കേട്ട് മാരീചൻ നടുങ്ങി. ശ്രീരാമനെ ഓർമ്മിക്കാൻ പോലും ഭയപ്പെട്ടുകൊണ്ടാണ് മാരീചൻ കഴിഞ്ഞുകൂടുന്നത്. രാ എന്ന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ മാരീചനെ ഭയം പിടികൂടും. അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രനെ കബളിപ്പിക്കാൻ പുറപ്പെടണമെന്നാണ് ഇപ്പോൾ രാവണൻ പറയുന്നത്. മറുത്തു പറഞ്ഞാൽ ചക്രവർത്തി കോപിക്കും. പക്ഷേ അനുകൂലിക്കാൻ വിഷമവുമാണ്. ആകപ്പാടെ കുഴങ്ങി മാരീചൻ. കുഴപ്പങ്ങളിലൊന്നും ഇടപെടാതെ അവശിഷ്ട ജീവിതമെങ്കിലും നന്നാക്കി തീർക്കണമെന്ന് കരുതിയാണ് തപസ്വിയായത്. പക്ഷേ അതുകൊണ്ടും രക്ഷ കിട്ടാൻ പോകുന്നില്ലെന്നാണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ പ്രാരബ്ധമുണ്ടോ ഒരാളെ വിടുന്നു? എന്താണ് മറുപടി പറയേണ്ടത് എന്നറിയാതെ വിഷമിച്ച മാരീചൻ ദീർഘമായെന്ന് നിശ്വസിച്ച് കുറേ നേരം ചിന്താവിഷ്ടനായിരുന്നു. അനന്തരം ചിലത് പറയാൻ തീർച്ചപ്പെടുത്തി പറഞ്ഞു. അങ്ങേക്കാരാണീ ദുരുപദേശം തന്നത്? അവനാണ് അങ്ങയുടെ ശത്രു. അവനെയാണ് കഴിയും വേഗം കൊല്ലേണ്ടിയിരിക്കുന്നത്. രാമചന്ദ്രനോട് എതിർക്കാൻ ഈ ത്രൈലോക്യത്തിൽ ആർക്കും സാധ്യമല്ല. വില്ലാളി വീരനും മഹാപരാക്രമശാലിയും സർവശക്തനുമായ ശ്രീരാമചന്ദ്രനോട് എതിർക്കാൻ തോന്നിയത് അങ്ങയുടെ നിർഭാഗ്യം തന്നെ. അതിനാൽ ഈ ദുരാലോചനയിൽ നിന്ന് പിന്തിരിഞ്ഞ് ലങ്കയിൽ പോയി സുഖമായിരിക്കും. രാക്ഷസ വംശത്തിനും ലങ്കാ നഗരിക്കും അങ്ങയുടെ ജീവിതത്തിനും ആപത്തുണ്ടാവാതിരിക്കട്ടെ. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ക്ഷമ നശിച്ച് ക്രുദ്ധനായി രാവണൻ. താൻ ജ്ഞാനോപദേശത്തിന് വന്നതല്ല, തൻ്റെ ആവശ്യം സാധിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അതിന് തയ്യാറുണ്ടോ എന്നായി മാരീചനോട്. തയ്യാറില്ലെന്ന് പറഞ്ഞാൽ താമസമില്ല ചന്ദ്രഹാസം കഴുത്തിൽ വീഴും. അത് മാരീചനറിയാം. ഏതായാലും ഈ രാക്ഷസൻ്റെ കൈകൊണ്ട് മരിക്കുന്നതിനേക്കാൾ രാമബാണത്തിനിരയാകുന്നതാണ് നല്ലത് എന്ന് കരുതി എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് അനുവദിച്ചു മാരീചൻ. ശാന്തനായി രാവണൻ. ഒരു പൊന്മാനിൻ്റെ വേഷം ധരിച്ച് സീതയുടെ പുരോഭാഗത്തിൽ തുള്ളിക്കളിച്ച് ശ്രദ്ധയെ ആകർഷിക്കണം. പിടിക്കാൻ വേണ്ടി വരുമ്പോൾ ദൂരത്തേക്ക് ഓടുകയും വേണം. ഇതാണ് ചെയ്യേണ്ട സഹായം എന്നും രാവണൻ നിർദ്ദേശിച്ചു. അങ്ങനെ ചെയ്യാമെന്ന് തീർച്ചപ്പെടുത്തി തമ്മിൽ പിരിഞ്ഞുവെങ്കിലും ഉടനെ തന്നെ രണ്ടാളും പഞ്ചവടിയിലേക്ക് യാത്രയായി. വിശേഷ സംഭവങ്ങളൊന്നും കൂടാതെ ഖരവധത്തിനു ശേഷം സമാധാന ചിത്തനായി കഴിഞ്ഞു കൂടുകയാണ് ശ്രീരാമചന്ദ്രൻ. വളരെയധികം രാക്ഷസന്മാരെയും അവരുടെ പ്രബലന്മാരായ നേതാക്കന്മാരെയും കൊന്നതുകൊണ്ട് രാക്ഷസബാധ കുറേയൊക്കെ അകന്നതായിട്ടാണ് അവർക്ക് തോന്നിയത്. രാവണൻ്റെ വരവ് തീരെ അപ്രതീക്ഷിതമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വിശ്രമാവസരത്തിൽ സീതാദേവിയുടെ മുമ്പിൽ ഒരു അത്ഭുത മൃഗം വന്ന് തുള്ളിക്കളിക്കാൻ തുടങ്ങി. സ്വർണ്ണ പുള്ളികളോടുകൂടിയ ഒരു വെള്ളിമാൻ. പണ്ടൊരിക്കലും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ഒരു അത്ഭുത മൃഗം. ആകർഷകമായ രൂപം കൊണ്ടും സുന്ദരങ്ങളായ കളികളെക്കൊണ്ടും മനോഹരങ്ങളായ കടാക്ഷങ്ങളെക്കൊണ്ടും സീതാദേവിയുടെ ശ്രദ്ധ മുഴുവൻ ആകർഷിച്ചു ആ കൊച്ചുമാൻ. സീതയ്ക്ക് അതിനെ പിടിച്ചേ കഴിയൂ എന്നായി. തൻ്റെ വിനോദത്തിന് ഏറ്റവും പറ്റിയ ആ കൗതുക വസ്തുവിനെ പിടിച്ചു തരാൻ ശ്രീരാമനോട് ആവലാതിയായി. സീതാദേവിയുടെ ഏത് ആഗ്രഹത്തെയും നിറവേറ്റുന്നതിൽ ബദ്ധശ്രദ്ധനായ ഭഗവാൻ മാനിനെ പിടിക്കാനും പുറപ്പെട്ടു. ഈശ്വരനായാൽ പോലും സംസാരത്തിലേക്കിറങ്ങി സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ എന്തെല്ലാം ദുരിതങ്ങളാണ് അനുഭവിക്കാത്തത്.
അപ്പോൾ പിന്നെ പ്രാകൃതനായ മനുഷ്യൻ്റെ കഥ പറയേണ്ടതില്ലല്ലോ. മാനിനോട് അടുക്കുംതോറും അത് ദൂരം ഓടാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും പിടിക്കാനുള്ള ശ്രദ്ധയോടെ പിന്നാലെ ഭഗവാൻ ഓടി തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മാനിനെ പിന്തുടർന്ന ഭഗവാന്റെ ആശ്രമത്തിൽ നിന്ന് കുറേ ദൂരത്തെത്തി. പല തന്ത്രങ്ങളെ കൊണ്ടും അതിനെ പിടിക്കാൻ നോക്കിയെങ്കിലും കിട്ടാതെ നിരാശനും ക്രുദ്ധനുമായി തീർന്ന രാമചന്ദ്രൻ അവസാനം ഒരു ശരമെടുത്ത് തൊടുത്തു. മാരീചൻ പ്രതീക്ഷിച്ചത് തന്നെയാണ് സംഭവിച്ചത്. രാമശരം കണ്ഠത്തിൽ തറച്ചതോടെ പ്രാണവേദനയാൽ ആർത്തനായി ഉറക്കെ വാവിട്ടലറി നിലത്ത് വീണു. വീഴുമ്പോൾ ഹാ സീതേ ലക്ഷ്മണ എന്നാണ് മാരീചൻ വിളിച്ച് നിലവിളിച്ചത്. അതും ശ്രീരാമചന്ദ്രൻ്റെ തുല്യ സ്വരത്തിൽ. വിദൂരത്തിൽ നിന്ന് ഉച്ചത്തിലുള്ള നിലവിളി കേട്ട് പരിഭ്രമിച്ച സീതാദേവി ശ്രീരാമചന്ദ്രന് എന്തോ ആപത്ത് പറ്റിയെന്നോർത്ത് വേഗത്തിൽ ലക്ഷ്മണനോട് അദ്ദേഹത്തെ സഹായിക്കാനെത്താൻ പറഞ്ഞു. അത് വല്ല രാക്ഷസനുമായിരിക്കുമെന്നും തങ്ങളെ പറ്റിക്കാൻ വേണ്ടി അങ്ങനെ നിലവിളിച്ചതായിരിക്കുമെന്നും ലക്ഷ്മണൻ പലപാട് പറഞ്ഞു നോക്കിയെങ്കിലും സീതാദേവി വിശ്വസിച്ചില്ല. ലക്ഷ്മണനെ തന്നെ അധിക്ഷേപിക്കുകയാണ് ചെയ്തത്. അത് കേട്ട് പൊറുക്കാൻ കഴിയാതെ ലക്ഷ്മണൻ ആശ്രമത്തിൽ നിന്ന് പുറത്തിറങ്ങി രാമചന്ദ്രനെ തിരഞ്ഞ് കാട്ടിലേക്ക് പുറപ്പെട്ടു. സീതാദേവിയെ തനിച്ചാക്കി പോകാൻ ലക്ഷ്മണൻ വളരെ മടിച്ചു. എങ്കിലും ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ സീതാദേവിക്ക് ആപത്ത് പറ്റാതിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇറങ്ങിപ്പോയത്. രാമ ലക്ഷ്മണന്മാരെ തന്ത്രം കൊണ്ട് ദൂരത്തകറ്റി സീതാദേവിയെ ബലാത്കാരേണ അപഹരിച്ചു കൊണ്ടുപോവാൻ സന്ദർഭം നോക്കി നിന്നിരുന്ന രാവണൻ ആ അവസരത്തെ അല്പവും പാഴാക്കാതെ വേണ്ട പോലെ ഉപയോഗപ്പെടുത്തി. കപടമായി സന്യാസവേഷം ധരിച്ച് ഭിക്ഷയ്ക്കെന്ന വ്യാജേന ആശ്രമത്തിലേക്ക് കയറി വന്നു. കാഷായ വസ്ത്രവും ജടാകമണ്ഡലുകളും ധരിച്ച് പ്രണവോച്ചാരണത്തോടെ ഭിക്ഷയ്ക്ക് കയറി വരുന്ന മാന്യനായ ഭിക്ഷുവിനെ കണ്ട് സീതാദേവി വളരെ ഭക്തി ബഹുമാനങ്ങളോടെ ആദരിച്ചു. കുശല പ്രശ്നം ചെയ്ത് ഫലമൂലങ്ങളെ സൽക്കരിച്ചു. അതിഥി സീതാദേവിയുടെ ഔദാര്യത്തെയും ഭക്തിയെയും അഭിനന്ദിച്ചുകൊണ്ട് സംഭാഷണത്തിൽ വ്യാപൃതനായി. മാന്യനായ അതിഥിയെ അല്പം മുഷിപ്പിക്കാതെ ജനകപുത്രി എല്ലാ വർത്തമാനങ്ങളെയും ചുരുക്കി പറഞ്ഞു. ഭഗവാനും ലക്ഷ്മണനും ഉടനെ വരുമെന്നും അവരെ കണ്ട ശേഷമേ മടങ്ങാവൂ എന്നും അപേക്ഷിച്ചു. രാവണൻ ഉടനെ തൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തി. താൻ രാക്ഷസ ചക്രവർത്തിയായ രാവണനാണെന്നും സീതയെ കൊണ്ടുപോകാൻ വന്നതാണെന്നും അനുകൂലിച്ച് തൻ്റെ കൂടെ വരുന്നതാണ് നല്ലതെന്നും ഒക്കെ പറഞ്ഞു. സീത ഭയപ്പെട്ട് വിറക്കാൻ തുടങ്ങി. രാവണൻ അക്രമമായി സീതയെ പിടിക്കാൻ തന്നെ തീർച്ചപ്പെടുത്തി. ബലാത്കാരേണ പിടിച്ച് തേരിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു. സീതാദേവിയുടെ ആർത്തരോദനം കേട്ട് എന്തോ ആപത്തുണ്ടെന്ന് വിചാരിച്ച് പഞ്ചവടിയിൽ കാവൽ നിന്നിരുന്ന ജടായു ഓടി വന്നു. രാവണനും ജടായുവും തമ്മിൽ ഒരു ചെറിയ യുദ്ധം തന്നെ നടന്നു. ചിറക് വെട്ടി ജടായുവിനെ താഴെ വീഴ്ത്തി രാവണൻ നിർബാധം പോവുകയും ചെയ്തു. മാരീചനെ കൊന്ന് മടങ്ങി വരുന്ന ശ്രീരാമൻ വഴിക്ക് വെച്ച് ലക്ഷ്മണനെ കണ്ടപ്പോൾ അതിശയിച്ചു. വിജനമായ വനാന്തർഭാഗത്ത് ആരുമില്ലാതെ സീതാദേവിയെ ഏകാകിനിയാക്കി ലക്ഷ്മണൻ എങ്ങനെ പോരാൻ ധൈര്യപ്പെട്ടു എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. ഒരുപക്ഷെ മാരീചൻ്റെ നിലവിളി കേട്ട് ലക്ഷ്മണനും തെറ്റിദ്ധരിച്ചിരിക്കുമോ എന്നും സംശയമായി. ഏതായാലും അടുത്തെത്തിയപ്പോൾ അന്യൂനം വിവരങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. സീതാദേവിയുടെ ക്രൂരങ്ങളായ വാക്കുകളെ കേൾക്കാൻ വയ്യാത്തതുകൊണ്ടാണ് പോരേണ്ടി വന്നതെന്ന ലക്ഷ്മണൻ്റെ വാക്ക് ഭഗവാനെ അല്പമൊന്ന് വേദനിപ്പിക്കാതിരുന്നില്ല. ഏതായാലും രണ്ടാളും ബന്ധപ്പെട്ട് ആശ്രമത്തിലേക്ക് മടങ്ങി. വന്നു നോക്കിയപ്പോൾ പ്രതീക്ഷിച്ച മാതിരി സീതാദേവിക്ക് എന്തോ ആപത്ത് പറ്റിയെന്ന് മനസ്സിലായി. വ്യസനവും പരിഭ്രമവും അവരെ വിഷമിപ്പിച്ചു. സീതാദേവിയെ കാണാതെ ഒരു നിമിഷം പോലും വിശ്രമിക്കാൻ വയ്യെന്നായി. അവിടം മുഴുവൻ അന്വേഷിച്ചുകൊണ്ട് ചുറ്റിത്തിരിഞ്ഞ് നടന്നു നോക്കി. ഫലമുണ്ടായില്ല. അസഹ്യമായ വ്യസന പാരവശ്യത്തോടെ സീതയെ വിളിച്ചും തിരഞ്ഞും ആ കാട് മുഴുവൻ ചുറ്റിത്തിരിയാൻ തുടങ്ങി. അങ്ങനെ ചുറ്റിത്തിരിയുമ്പോഴാണ് ചിറകുമുറിഞ്ഞ് ആസന്ന മൃത്യുവായി കിടന്ന ജടായുവിനെ കണ്ടത്. കാരുണ്യത്തോടും വാത്സല്യത്തോടും കൂടി ഭഗവാൻ അടുത്ത് ചെന്ന് വർത്തമാനങ്ങളൊക്കെ ചോദിച്ചു. ജടായു വളരെ ക്ഷീണിച്ച് അവശനായിട്ടുണ്ട്. ശ്വാസഗതി വളരെ മന്ദമായിരിക്കുന്നു. സംസാരിക്കാൻ തീരെ വയ്യെന്ന് പറയണം. അത്രമാത്രമുണ്ട് ക്ഷീണം. എങ്കിലും ആ ദശയിലും വളരെ മന്ദമായിട്ടാണെങ്കിലും എല്ലാ വർത്തമാനവും ഭഗവാനെ അറിയിച്ചു. രാവണൻ്റെ നീചകൃത്യങ്ങളെ കേട്ട് ക്രുദ്ധനും ജടായുവിൻ്റെ ദയനീയാവസ്ഥ കണ്ട് മനസ്സലിഞ്ഞവനും സീത വിരഹത്താൽ തപ്തനുമായി തീർന്ന രാമചന്ദ്രൻ ഗൃധ്രരാജൻ്റെ മാറിൽ തറച്ച ശരത്തെ പതുക്കെ തൻ്റെ കൈകൊണ്ട് വലിച്ചെടുത്ത് വാത്സല്യത്തോടു കൂടും വണ്ണം തടവി മരിപ്പിച്ചു. ജടായു മരിച്ചതോടെ ചിത കൂട്ടി അഗ്നി ജ്വലിപ്പിച്ച് അതിൽ
ഗൃധ്ര ശരീരത്തെ ദഹിപ്പിച്ചു. ഗംഗയിൽ പോയി തൻ്റെ സുഹൃത്തും നല്ലവനുമായ ജടായുവിന് തിലോദകവും കൊടുത്തു. ഭഗവത് അനുഗ്രഹത്തോടും ഭഗവത് ദർശനത്തോടും കൂടി ശരീരം വിട്ട ജടായു അത്രയുമായപ്പോഴേക്ക് വിഷ്ണു സാരൂപ്യത്തെ പ്രാപിച്ച് വിഷ്ണു പാർഷദന്മാരോടുകൂടി വിമാനത്തിൽ കയറി ആകാശത്ത് വന്നു നിന്ന ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. അപ്രമേയങ്ങളും അനന്തങ്ങളും ദിവ്യങ്ങളുമായ ഭഗവാന്റെ മഹിമകളെ പല പ്രകാരത്തിൽ വാഴ്ത്തി സ്തുതിച്ച് ഭഗവത് അനുഗ്രഹത്തോടെ ശ്രീ വൈകുണ്ഠലോകത്തെ പ്രാപിക്കുകയും ചെയ്തു. പുണ്യവാനായ ജടായുവിൻ്റെ ദിവ്യഗതിക്ക് ശേഷം ശ്രീരാമ ലക്ഷ്മണന്മാർ വീണ്ടും സീതാദേവിയെ അന്വേഷിച്ചുകൊണ്ട് കാട്ടിൽ കൂടെ ചുറ്റിത്തിരിഞ്ഞ് നടന്നു. ഗുഹകളിലും പൊയ്കകളിലും നദീതീരങ്ങളിലും വള്ളിക്കുടിലുകളിലും എന്ന് വേണ്ട കണ്ണെത്തുന്ന എല്ലായിടത്തും അവർ സീതാദേവിയെ അന്വേഷിച്ചുകൊണ്ട് നടന്നു. ഇതാണ് പഞ്ചവടിയിൽ വെച്ച് നടന്ന അതിപ്രധാനമായ കഥാഭാഗത്തിൻ്റെ സ്ഥൂല രൂപം. ഇനി ഇതിൻ്റെ സൂക്ഷ്മ വശങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കാം.